ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴിയിൽ വീണു എന്നുള്ളതാണ്. അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു കാര്യം സന്തോഷിക്കുക, എന്താ അറിയോ, അയ്യപ്പനെ തൊട്ട് കളിച്ച ഒരുത്തിനും രക്ഷപ്പെട്ടു പോകില്ല എന്നുള്ള കാര്യം ക്ലാരിറ്റിയോടുകൂടി തന്നെ പറയാം. സംഗമത്തിന്റെ ഫലമാണെന്ന് അല്ല, ഞാൻ പറഞ്ഞത് ക്ലാരിറ്റിയോടുകൂടി അയ്യപ്പനെ പോയി തട്ട് കളിച്ച് ആരും രക്ഷപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര നാൾ കഴിഞ്ഞാലും അവസാനം അവിടെ തന്നെ പോയി പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനം സ്വന്തം കയ്യിലിരിക്കുന്ന ഉറപ്പുള്ള പീഠം ശബരിമലയിൽ കാണാനില്ല എന്ന് പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യമില്ല, പോയി ചോദിക്കുന്നതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത് പറഞ്ഞതിനെന്താ? അത് പറയാൻ കാരണം ഈ അദ്ദേഹം തന്നെ കുഴിച്ച കുഴിയാണ്. അപ്പോൾ അതിൽ തന്നെയാണ് അദ്ദേഹം വീണിരിക്കുന്നത്. ഇപ്പോൾ ഊരാ കൊടുക്കായി. അപ്പോൾ എന്താ, അപ്പം ഇതിനൊരു ആത്മവിശ്വാസം വരുന്നുണ്ട്. എന്തുവാണ് ആത്മവിശ്വാസം? ഇതൊന്നും ശബരിമലയിൽ നടത്തിയാൽ പ്രശ്നമില്ല, ഇതെങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ അതിൽ നിന്നും ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ ദേവസ്വം കമ്മീഷൻ മാത്രമൊന്നും അന്വേഷിച്ചാൽ പോരാതല്ല, പോലീസ് ഇടപെട്ട് അന്വേഷിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു മോഷണക്കുറ്റി നടന്നു, പരാതി കൊടുക്കുക, പോലീസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ മറ്റൊരു സംവിധാനത്തെ കൊണ്ടോ അന്വേഷിക്കുക, എന്താണ് അവിടെ നടന്നത്? നഷ്ടപ്പെട്ട സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അതാരാ ഉണ്ടായത്? ഇപ്പം 850 ഗ്രാമിൽ 450 ഗ്രാം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. 450 ഗ്രാം അവിടെ നിന്ന് നോക്കുക. ആ 450 ഗ്രാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെന്താ പോലീസ് കേസായിട്ട് അന്വേഷിക്കാത്തത്? പോലീസ് എന്താ അന്വേഷിക്കുന്നില്ല? എന്തൊരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നില്ല? അവിടെ ദേവസ്വം ബോർഡ് അന്വേഷിച്ച് അവിടെ തിരിച്ചുകൊണ്ട് വച്ചാൽ മതിയോ? അങ്ങനെയാണോ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അവിടുന്ന് മോഷണം നടത്തിയിട്ടുണ്ട്. ആ മോഷണം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാലും ഉദ്യോഗസ്ഥന്മാരാണ്, ആരെങ്കിലും അത് അന്വേഷിക്കണം.